എല്ലാവർക്കും രമാസ് ടെറസ് ഗാർഡനിലേക്ക് സ്വാഗതം. നമ്മുടെ അടുക്കളയിൽ നമുക്ക് എപ്പോഴും വേണ്ടുന്ന ഒരു പച്ചക്കറിയാണ് പച്ചമുളക് എന്ന് പറയുന്നത്. ഈ പച്ചമുളക് വെറും ഒരു പച്ചക്കറി മാത്രമല്ല, ഒട്ടേറെ അസുഖങ്ങളെ തടയാനും പച്ചമുളകിന് സാധിക്കും. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന പച്ചമുളകിൽ ധാരാളം കീടനാശിനികളൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പറിച്ചു വെക്കുന്ന പച്ചമുളകാണെങ്കിലും 2 ദിവസം പുറത്തിരുന്ന് കഴിഞ്ഞാൽ അത് ചീയും. അപ്പോൾ കടയിലൊക്കെ ഇരിക്കുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി അവർ ഒത്തിരി കീടനാശിനികളൊക്കെ അടിക്കും. അതുകൊണ്ട് അത് വിഷമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ വീട്ടിൽ തന്നെ പച്ചമുളക് നട്ട് വളർത്തുന്നതാണ് നല്ലത്. കാരണം പച്ചമുളക് തിന്നുന്നത് പോസ്ട്രേറ്റ് ക്യാൻസറിനെ തടയാൻ സാധിക്കും. അപ്പോൾ അതൊരു വലിയ കാര്യമല്ലേ. ഈ പച്ചമുളകിൽ അടങ്ങിയിരിക്കുന്ന ക്യാപ്സിസിൻ എന്ന ആൽക്കലോയിഡ് പോസ്ട്രേറ്റ് ക്യാൻസറിനെ തടയാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ പച്ചമുളക് നടാനായിട്ട് വലിയ പ്രയാസമൊന്നുമില്ല. പക്ഷേ നമ്മളൊരു 3-4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലതുപോലെ വിളവെടുക്കാം. ഇപ്പോൾ എൻ്റെ ടെറസിൽ നന്നായിട്ട് പച്ചമുളക് കായ്ച്ച് നിൽക്കുന്നുണ്ട്. അത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. അതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. പച്ചമുളകിലെ ഏറ്റവും നല്ല ഇനങ്ങളെന്ന് വെച്ചാൽ കേരള കാർഷിക സർവകലാശാല പുറത്തിറക്കിയ വെള്ളായണി അർജുൻ, അതുപോലെ ജ്വാലാമുഖി, ജ്വാലാസഹി, അനുഗ്രഹ, അതുല്യ, ഉജ്ജ്വൽ, ഇതൊക്കെയാണ്. പച്ചമുളക് കൃഷി വിജയിപ്പിക്കാനായിട്ട് 3-4 കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞല്ലോ. നമ്മളുണ്ടല്ലോ, നല്ല വളം, അതുപോലെ കീടനാശിനി പ്രയോഗം, ഇതൊന്നും മാത്രമല്ല പച്ചമുളക് നന്നായിട്ട് ഉണ്ടാവാനുള്ള കാരണം. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കൂടി പച്ചമുളക് നല്ലതായിട്ട് കൃഷി ചെയ്യുന്നത് വേറൊരു സൂത്രം വെച്ചിട്ടാണ്. അത് ഞാൻ നിങ്ങളോട് പറയാം. വളവും കീടനാശിനിയൊക്കെ അടിക്കണം, പക്ഷേ അത് കൂടാതെ മറ്റുള്ള പച്ചക്കറിയെ പോലെ 6 മണിക്കൂർ നേരം വെയിലൊന്നും കിട്ടണമെന്നേ ഇല്ല പച്ചമുളകിനും കാന്തായിരിക്കും. മറ്റെല്ലാ പച്ചക്കറിക്കും നല്ല വെയിൽ വേണമെന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. പക്ഷേ പച്ചമുളകിന് അത് വേണ്ട. ഷെയ്ഡി വെച്ചാലും പച്ചമുളകിന് നല്ലതായിട്ട് കായുണ്ടാവും. അതുകൊണ്ട് മരത്തണലിലോ അല്ലെങ്കിൽ നമ്മുടെ ടെറസിൻ്റെ ഷെയ്ഡിലൊക്കെ വെക്കാം. പച്ചമുളക് തൈകൾ നടാൻ പറ്റിയ സമയം എന്ന് വെച്ചാൽ മെയ് ജൂൺ മാസങ്ങളിലാണ്. അപ്പോൾ ഇപ്പോഴേ നമ്മൾ വിത്തുകൾ പാകിക്കഴിഞ്ഞാൽ മെയ് മാസത്തിൽ നമുക്ക് നട്ടു തുടങ്ങാം. കാരണം അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ജലസേചന ആവശ്യമില്ല. ജനുവരി ഫെബ്രുവരി മാസത്തിലും പച്ചമുളക് തൈ നടാം. പക്ഷേ അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളമൊക്കെ ഒഴിക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തൈകളൊക്കെ നട്ടുപിടിപ്പിക്കാം. നമ്മൾ പച്ചമുളക് കൃഷിക്കായിട്ട് മണ്ണൊരുക്കുമ്പം മണ്ണ് ഡോളോമൈറ്റ് അല്ലെങ്കിൽ കുമ്മായപ്പൊടി ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഒരു 7 ദിവസം വെയിൽ കൊള്ളിക്കണം. അത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഇതിന് വാട്ടരോഗം വരും, അതുപോലെ തന്നെ മുരടിപ്പും ഉണ്ടാവും. അപ്പോൾ ഈ തക്കാളി, വഴുതന, മുളക്, കാന്താരി, ഇതിനൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ മണ്ണ് ട്രീറ്റ് ചെയ്യണം. എല്ലാ പച്ചക്കറികൾക്കും ട്രീറ്റ് ചെയ്യണം. പക്ഷേ എന്നാൽ ഈ പ്രത്യേകിച്ച് 4-5 പച്ചക്കറികൾക്കും നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. അപ്പോൾ 7 ദിവസം വെയിലത്തിട്ട മണ്ണ് നമ്മൾ ചകിരിച്ചോറ്, ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിവളം, മണ്ണിര കമ്പോസ്റ്റ്, ആട്ടിൻ കാഷ്ടം, ഇവയിൽ ഏതെങ്കിലും അടിവളമായിട്ട് ചേർക്കണം. നന്നായിട്ട് ചേർക്കണം. കോഴിവളമാണെങ്കിൽ ഒന്നുകൂടെ നല്ല തഴച്ചു വളരും പച്ചമുളക്. പിന്നെ കരിയില പൊടിച്ചത്, കുറച്ച് വേപ്പും പിണ്ണാക്ക്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നമ്മുടെ ഗ്രോ ബാഗ് മിക്സ് ചെയ്യാം. അപ്പോൾ ഗ്രോ ബാഗ് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 ദിവസം വെള്ളം ഒഴിച്ചിട്ടിരിക്കണം. അപ്പോൾ മഴയാകുമ്പോൾ അങ്ങനത്തെ ആവശ്യമൊന്നുമില്ല. 2 ദിവസം അങ്ങനെ തന്നെ കിടക്കണം. അതിനുശേഷം നമുക്ക് തൈകൾ നടാം. നമ്മുടെ വീട്ടിൽ തന്നെ പച്ചമുളകിൽ നിന്ന് നല്ല പഴുത്ത ഒരു പച്ചമുളക് എടുത്തിട്ട് അപ്പം തന്നെ കീറി നമുക്ക് പാകാം കേട്ടോ. അതെല്ലാം കിളുത്തോളും. ഇത് നല്ലൊരു വെറൈറ്റി മുളകാണ്. അപ്പോൾ അതിലൊരെണ്ണം പഴുത്ത് നിൽപ്പുണ്ട്. അതിൽ നിന്നും തന്നെ നമുക്ക് തൈകൾ ഉണ്ടാക്കാം. ഞാനതൊന്ന് പറിക്കാൻ പോവാം. എന്ത് ഭംഗിയാണ് ഇത് കാണാൻ. നോക്കിക്കേ, നന്നായിട്ട് പഴുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ മുളകൊക്കെ എടുക്കുമ്പം ഗ്ലൗസ് ഇട്ടിട്ട് എടുക്കാമല്ലേ, പിന്നെ നമ്മുടെ കൈയെല്ലാം നീറും.
ഇത് ഉണക്കണമെന്നൊന്നുമില്ല കേട്ടോ, ഇങ്ങനെ തന്നെ പാകുന്ന ഏറ്റവും നല്ലത്. പാകി കിളുത്ത് വന്നതിന് ശേഷം നമുക്ക് ഈ സൂഡോമോണാസ് ലായനിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ തൈകൾ പറിച്ചതിന് ശേഷം വേരുകൾ അരമണിക്കൂർ നേരം സൂഡോമോണാസ് ലായനിലൊന്ന് ഇട്ട് വെക്കണം, വേരുകൾ മാത്രം. അപ്പോൾ ഒരു 2 ഗ്രാം സൂഡോമോണാസ് 10 ml വെള്ളത്തിൽ കലക്കിയിട്ട് വേരുകൾ മാത്രം ഒന്ന് മുക്കി വെക്കണം. അത് വളരെ നല്ലതാണ്. അപ്പോൾ ഈ തൈകൾ നടുമ്പം നമ്മൾ ഗ്രോ ബാഗിൽ തടം ഉണ്ടാക്കുമല്ലോ, ആ തടത്തിൽ ഒരു 5 ഗ്രാം വാമും കൂടി ചേർക്കണം. ചെടികളുടെ വേരുകൾക്ക് നല്ല ബലം കിട്ടും. നമ്മുടെ പച്ചമുളക് തൈ വളരുന്നതിനനുസരിച്ച് നമ്മൾ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചത്, അതുപോലെ എല്ലുപൊടി ഇതൊക്കെ ഇട്ട് കൊടുക്കണം. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, 10 ദിവസം കൂടിയിരിക്കുമ്പോൾ കുമ്മായപ്പൊടിയോ ഡോളോമൈറ്റോ ഇട്ട് കൊടുക്കണം. അത് ഈ കുരുടിപ്പിനെയും ഒക്കെ തടയാൻ സാധിക്കും. പച്ചമുളകിന് വളരെ അത്യാവശ്യമാണ്, തക്കാളിക്കും അതുപോലെ തന്നെ ആവശ്യമാണ്. നമ്മുടെ പച്ചമുളക് ചെടിക്ക് ഒരു 6-7 ഇലയാകുമ്പോൾ തൊട്ട് നമ്മൾ എന്തെങ്കിലും കീടനാശിനി അടിച്ചു കൊടുക്കണം. വേപ്പ് ചേർന്ന കീടനാശിനികളോ അല്ലെങ്കിൽ നമ്മുടെ ഗോമൂത്രം, കാന്താരി മിശ്രിതമോ എന്തെങ്കിലും അടിച്ചു കൊടുത്തുകൊണ്ടിരിക്കണം. പ്രത്യേകിച്ച് ഇലയുടെ അടിഭാഗത്ത്. നമ്മൾ പച്ചമുളക് ചെടിയിൽ ഏറ്റവും കൂടുതൽ നേരിടുന്ന പ്രശ്നം എന്ന് വെച്ചാൽ വെള്ളീച്ച ശല്യവും മുരടിപ്പും ഒക്കെയാണ്. അപ്പോൾ ഈ വെള്ളീച്ചയൊക്കെ ഓടിക്കാനായിട്ട് നമ്മൾ തുടക്കത്തിൽ തന്നെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ പച്ചമുളക് നല്ലതായിട്ട് എളുപ്പം പൂവിടാനും അതുപോലെ പൂക്കളൊന്നും കൊഴിയാതിരിക്കാനും ഒരു 15 ml തൈര് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കണം. അതിലേക്ക് ഒരു 2 ഗ്രാം കായം, പാൽക്കായോ അല്ലെങ്കിൽ നമ്മുടെ സാമ്പാർ കായോ കലക്കിയിട്ട് തളിച്ചു കൊടുത്താൽ മതി. നിറയെ പൂവുണ്ടാവും, അതുപോലെ തന്നെ പൂക്കൾ കൊഴിയത്തുമില്ല. അതുപോലെ പൂവൊഴിച്ചിൽ തടയാൻ നമുക്ക് എഗ് അമിനോ ആസിഡ് വളരെ നല്ലതാണ്. പിന്നെ നമ്മുടെ വീട്ടിൽ നമ്മൾ മീനൊക്കെ വാങ്ങിക്കുമല്ലോ, ഈ മീനിൻ്റെ തലയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ തലയും മറ്റ് വേസ്റ്റുകളും ഒക്കെ ഈ മുളകിൻ്റെ ചോട്ടി കുഴിച്ച് തരണം. നല്ല വലിപ്പമുള്ള കായ്കൾ കിട്ടും. ഇപ്പോൾ എൻ്റെ ടെറസിലെ കായ്കൾ നിങ്ങളൊന്ന് നോക്കിക്കേ, നല്ല ഭംഗിയാണ്, അത് കണ്ടുകൊണ്ട് നിൽക്കാൻ നമുക്ക് തോന്നും. അത്രയ്ക്ക് നല്ല വലിപ്പം കൊണ്ട് കൊല കുത്തിയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് തന്നെ അത്ഭുതം, ഒരു കമ്പ് ഒടിഞ്ഞു പോയി കേട്ടോ ഈ മുളകുണ്ടായിട്ട്. അപ്പോൾ ഇത്രയും മുളകുണ്ടായത് കാരണം ഇവിടെ ഒടിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതിൽ കയറൊക്കെ കെട്ടി വെച്ചിരിക്കുക. പച്ചമുളകിലെ മറ്റൊരു പ്രശ്നം എന്ന് വെച്ചാൽ മഞ്ഞളിപ്പ്. ഇപ്പം മിക്കവാറും എന്നോട് എല്ലാവരും ചോദിക്കും, ചേച്ചി ഈ ചെടിയുടെ ഇലകളെല്ലാം മഞ്ഞളിച്ച് നിൽക്കുന്നു എന്ന്. അത് മഗ്നീഷ്യത്തിൻ്റെ കുറവുണ്ടാണ്. അതിനൊരു പരിഹാരം എന്ന് വെച്ചാൽ നമ്മൾ 1 സ്പൂൺ എപ്സം സാൾട്ട് ചോട്ടിലിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ 1 സ്പൂൺ എപ്സം സാൾട്ട് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ ചെടി തളിച്ചും കൊടുക്കണം, ഈ ചോട്ടിലിടുന്നതിനോടൊപ്പം തന്നെ. അപ്പോൾ ഈ മഞ്ഞളിപ്പൊക്കെ അങ്ങ് മാറിക്കോളും. വെറുതെ ചെടി മഞ്ഞളിച്ച് നിൽക്കുന്നത് മാത്രമല്ല, നമ്മുടെ കായ്കൾ ചെറുതുമായിരിക്കും. അതുകൊണ്ട് മഞ്ഞളിപ്പ് രോഗം കണ്ട ഉടൻ തന്നെ എപ്സം സാൾട്ട് ചോട്ടിലിട്ട് കൊടുക്കുകയും തളിച്ചും കൊടുക്കണം. നമ്മൾ എപ്സം സാൾട്ട് ഇടുമ്പം ചോട്ടിൽ നിന്ന് മാറ്റി വേണം ഇടാൻ.
വെള്ളീച്ചയെ നമുക്ക് തടയാൻ വേണ്ടി ഒത്തിരി റെമഡീസ് ഉണ്ട്. നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള പിന്നെ വെളുത്തുള്ളി, സബോള, മുളക് പൊടി ഇതെല്ലാം കൂടി അരച്ച് വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചേക്കണം. എന്നിട്ട് പിറ്റേന്ന് ഇത് അരിച്ചെടുത്ത് തളിച്ചു കൊടുത്താലും വെള്ളീച്ച ശല്യം മാറും. പക്ഷേ തുടക്കത്തിൽ തന്നെ നമ്മളത് ചെയ്യണം. ഈ വെള്ളീച്ചയൊക്കെ വന്ന് പിടിച്ചു കഴിഞ്ഞിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ വെള്ളീച്ച പോകത്തില്ല. അല്ലെങ്കിൽ ആ വെള്ളീച്ച വന്നിരിക്കുന്ന ഇലകളെല്ലാം നമ്മൾ കളഞ്ഞ് തീ ഇട്ടിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അത് വലിയ പാടാണ്. അതുകൊണ്ട് തുടക്കത്തിൽ തന്നെ നമ്മുടെ ചെടിയെ നമ്മൾ സംരക്ഷിക്കണം. അല്ലെങ്കിൽ വെർട്ടിസീലിയം 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് നമ്മൾ തളിച്ചു കൊടുക്കണം. അത് വെള്ളീച്ച തെറ്റാൻ ഏറ്റവും നല്ലതാണ്. പച്ചമുളക് കുല കുത്തി ഉണ്ടാവാനായിട്ട് പ്രകൃതിയിൽ നിന്ന് തന്നെ നമുക്ക് കുറേ ചെടികളെ അതിന് യൂസ് ചെയ്യാം. പാണലെന്ന് പറഞ്ഞൊരു ചെടിയുണ്ടല്ലോ, പാണലോ അല്ലെങ്കിൽ തുമ്പച്ചെടിയോ ഈ പച്ചമുളകിൻ്റെ ചുവട്ടിൽ തടമൊക്കെ ഉണ്ടാക്കിയിട്ട് അത് അരിഞ്ഞിടണം. അരിഞ്ഞിട്ടിട്ട് കുറച്ച് ചാണകവും കൂടെ ഇട്ടിട്ട് മണ്ണിട്ട് മൂടണം. നന്നായിട്ട് കായ്കളുണ്ടാവും. അപ്പം ഞാനതുകൊണ്ട് ഇവിടെ തുമ്പച്ചെടി നട്ടു വളർത്തിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അമ്മൂമ്മ പറഞ്ഞു തന്നൊരു ടിപ്പത്. ചാണകപ്പൊടി ഇപ്പോൾ തീർന്നിരിക്കുമോ, അപ്പം ഞാൻ ഈ തുമ്പ മാത്രം ഇപ്പോൾ ഇട്ട് കൊടുക്കുക. ഈ മഴയുള്ളതുകൊണ്ട് ഇതങ്ങ് ചീഞ്ഞോളും. പച്ചമുളക് ചെടിയിൽ വളം, കീടനാശിനി ഇതൊന്നും കൂടാതെ നന്നായിട്ട് കായ്ക്കാൻ വേറൊരു വഴിയുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. തണലത്ത് വെക്കുക. ഞാൻ എൻ്റെ ടെറസിൽ വെച്ചിരിക്കുന്നത് ഈ പാവലിൻ്റെയും പയറിൻ്റെയും ഒക്കെ പന്തലിൻ്റെ കീഴേ വെച്ചിരിക്കുന്നത്. ഈ പച്ചമുളക് ചെടിക്ക് 50% വെയിൽ മാത്രം മതി. 6 മണിക്കൂർ വെയിൽ വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഇങ്ങനെ ഇതുപോലെ പന്തലിൻ്റെ കീഴിൽ വെക്കുന്ന ചെടികൾക്ക് ഒന്നും വെള്ളീച്ച ശല്യമില്ല. ഞാനത് എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയുക. ഞാനത് ഒബ്സർവ് ചെയ്തു. ഒട്ടും വെള്ളീച്ച ശല്യവുമില്ല, തഴച്ചു വളരുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കണം. നന്നായിട്ട് തഴച്ചും വളരും, വെള്ളീച്ച ശല്യവുമില്ല, നന്നായിട്ട് കായ്കളും പിടിക്കും. നമ്മൾ വെയിലിൽ നമ്മൾ പച്ചമുളക് ഉണ്ടാക്കുന്നതിനെക്കാട്ടിലും നല്ല മുഴുത്ത കായ്കളും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ 3-4 ടിപ്സൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതുപോലെ വീട്ടിൽ നിന്ന് തന്നെ ഒത്തിരി പച്ചമുളക് പറിക്കാം. ആ പച്ചമുളകൊക്കെ വെച്ച് നമ്മൾ കറി ഉണ്ടാക്കി തിന്നുമ്പോൾ നമുക്ക് വളരെ സന്തോഷം തോന്നും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. കൃഷി ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ 6 തരം ചീരവിത്ത് നമ്മളിപ്പോൾ ചാനലിൽ കൊടുക്കാൻ തുടങ്ങുന്നുണ്ട്. 6 തരം ചീരവിത്ത്. അപ്പോൾ ഈ 6 തരം ചീരവിത്ത് വാങ്ങിക്കുന്നവർക്ക് ഒരു പാക്കറ്റ് പാലക്കിൻ്റെ ചീര ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഈ 6 തരം ചീരവിത്ത് വളരെ ഏറ്റവും പുതിയ വിത്ത് എൻ്റെ ടെറസിലെ തന്നെ വിത്തുകൾ. അപ്പം നിങ്ങളതെല്ലാം വാങ്ങിക്കണം.
അപ്പം ചീരവിത്ത് കൂടാതെ മറ്റനേകം വെറൈറ്റി വിത്തുകൾക്കും ഇനി പറയുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്യണം 7907787439. അടുത്ത ദിവസം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. നന്ദി.